ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യർ പലപ്പോഴും പല വളർത്തു മൃഗങ്ങളെയും വളർത്താറുണ്ട്. പട്ടി, മുയൽ എന്നിവയൊന്നും കൂടാതെ തന്നെ കൗതുകകരമായിട്ടുള്ള വളർത്തു മൃഗങ്ങളെ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഒരു ഹോം പെറ്റാണ് ഇഗ്വാനകൾ എന്ന് പറയുന്നത്. ഇഗ്വാനകൾ എന്ന് പറഞ്ഞാൽ ലിസാർഡ് ഫാമിലിയിൽപ്പെട്ടവരാണ്, അതായത് പല്ലി വിഭാഗത്തിൽപ്പെട്ടവരാണിവർ. ദേഹം മുഴുവൻ പച്ച കളറിലുള്ള ഇഗ്വാനകളെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. എന്നാൽ മറ്റുള്ള കളറുകളുമായിട്ട് മിക്സ് ആയിട്ടുള്ള ഇഗ്വാനകളെയും നമുക്ക് കാണാനാവും. ഇഗ്വാനകളുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ഇഗ്വാന എന്ന് തന്നെയാണ്. ആ പേരിൽ തന്നെയാണ് ഇവർ അറിയപ്പെടുന്നതും. സൗത്ത് അമേരിക്കയും മെക്സിക്കോ, കരീബിയൻ ആണ് ഇവരുടെ പ്രധാനപ്പെട്ട സ്വദേശം എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളിലും കോസ്റ്റൽ റീജിയൻസിലും ഇവരെ പൊതുവെ നമുക്ക് കാണാനാവും. കുറച്ച് ചൂടുള്ള കാലാവസ്ഥകളിലാണ് പൊതുവെ ഇഗ്വാനകളെ കാണാനാവുന്നത്. ഭൂരിഭാഗം സമയവും മരങ്ങളിലും കമ്പുകളിലുമൊക്കെയാണ് ഇവർ ചിലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഗ്വാനകളെ വളർത്തുന്നവർ അവയുടെ ഈ പ്രത്യേകതകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വളരെയധികം അഗ്രസീവായിട്ട് മാറുന്ന ഒരു ജീവിവർഗമാണ് ഇഗ്വാനകൾ എന്ന് പറയുന്നത്. ശരാശരി 5 മുതൽ 7 അടി വരെ നീളം ഇഗ്വാനകളിൽ കണ്ടുവരാറുണ്ട്. ഇത് ഇവയുടെ വാലും ചേർത്താണ് പറയുന്നത്. കാരണം ഇഗ്വാനകളുടെ വാലുകൾ എന്ന് പറയുന്നത് അവയുടെ ശരീരത്തിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം നീളം കൂടിയവയാണ്. ആൺ ഇഗ്വാനകൾക്ക് പെൺ ഇഗ്വാനകളെക്കാൾ വലിപ്പം കൂടുതലായിരിക്കും. ആൺ ഇഗ്വാനകൾക്ക് 8 കിലോയും പെൺ ഇഗ്വാനകൾക്ക് 4 കിലോയിൽ താഴെ വരെയുമുള്ള ഭാരമാണ് പൊതുവെ ഇഗ്വാനകളിൽ കണ്ടുവരുന്നത്. പച്ച നിറമുള്ള ഇഗ്വാനകളാണ് സാധാരണയായിട്ട് പെറ്റ് ഷോപ്പുകളിലും മറ്റും സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. വളർച്ച പൂർത്തിയായ ഒരു ഇഗ്വാനയ്ക്ക് കടുത്ത പച്ച നിറമോ അല്ലെങ്കിൽ ഓറഞ്ച് നിറമോ നമ്മൾ കണ്ടുവരുന്നു. ഇഗ്വാനകളിലെ മറ്റു സ്പീഷീസുകൾക്ക് ബ്ലൂ, റെഡ് എന്നീ നിറങ്ങളുടെ സാന്നിധ്യവും കണ്ടുവരുന്നുണ്ട്. ഇഗ്വാനകളുടെ ശരീരത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് അവയുടെ ശരീരത്തിന്റെ പുറം ഭാഗത്ത് നിന്നും തുടങ്ങി വാലിൽ അവസാനിക്കുന്ന മുള്ളുകൾ പോലെയുള്ളൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ മുള്ളുകൾ ഇവർക്കൊരു പേടിപ്പിക്കുന്ന രൂപമാക്കി ഇവരുടെ രൂപത്തെ മാറ്റുന്നുണ്ട്. കവിളിന്റെ താഴെയായിട്ട് കണ്ടുവരുന്ന മടക്കുകളുള്ള സ്കിൻ ഇവയുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത്രയധികം പേടിപ്പിക്കുന്ന രൂപമൊക്കെ ഉണ്ടെങ്കിലും ഇഗ്വാന ആളൊരു വെജിറ്റേറിയനാണ്. ഇലകളും പഴങ്ങളും പൂക്കളും ഒക്കെയാണ് ഇഗ്വാനകൾ സാധാരണയായിട്ട് ഭക്ഷണമാക്കുന്നത്. ഇത് കൂടാതെ വളർത്ത ഇഗ്വാനകൾക്ക് ക്യാരറ്റ് പോലെയുള്ള വെജിറ്റബിൾസും ഉടമസ്ഥർ നൽകി വരാറുണ്ട്. പകൽ സമയം മുഴുവൻ ഇവർ ആക്ടിവിറ്റീസിലായിരിക്കും. അതുപോലെ തന്നെ വളരെ നന്നായി നീന്താനും വളരെ നന്നായിട്ട് മരം കയറുവാനും ഇവർക്ക് ഈസി ആയിട്ട് പറ്റും. കാടിനുള്ളിൽ 10 മുതൽ 15 വർഷം വരെയാണ് ഇവർ ജീവിച്ചിരിക്കാറുള്ളത്. എന്നാൽ വളർത്തു മൃഗങ്ങളായിട്ട് വരുന്ന അല്ലെങ്കിൽ വളർത്തു ജീവികളായിട്ട് വരുന്ന ഇഗ്വാനകൾക്ക് 20 വർഷം വരെ ആയുസ് ഉണ്ടാവാറുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് അവരെ ഫീഡ് ചെയ്യിപ്പിക്കുന്ന രീതികൾ, അവർക്ക് നൽകുന്ന മെഡിക്കൽ കെയറിന്റെ സാന്നിധ്യമൊക്കെ കൊണ്ടാണ് ഇത്രയും ആയുസ് വളർത്തു ഇഗ്വാനകൾക്ക് കണ്ടുവരുന്നത്. ഇഗ്വാനകളെ വളർത്തുന്നതിന്റെ മെച്ചങ്ങൾ എന്ന് പറയുന്നത് ഇഗ്വാനകൾ വളരെ ഇന്റലിജന്റ് ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാലം കഴിയുന്തോറും ഓണറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ഓണറായി പെട്ടെന്ന് തന്നെ ഇണങ്ങാനും ഇഗ്വാനകൾക്ക് സാധിക്കും. പക്ഷേ അതിനനുസരിച്ചുള്ള സമയവും സ്ഥലവും പരിചരണത്തിന് ആവശ്യമായിട്ടുള്ള പണവും കുറച്ച് കൂടുതൽ വേണ്ടിവരും. അതുമാത്രമല്ല, ശരാശരി 7 അടി വരെ നീളമുള്ള ഇവരെ നോക്കാനും കുറച്ച് പാടാണ്. ഹ്യൂമിഡിറ്റിയും അന്തരീക്ഷ താപനിലയും ഇവർക്ക് അനുയോജ്യമായ രീതിയിൽ നിലനിർത്തേണ്ടതായിട്ട് വരും. UVB ലൈറ്റ് ഇവർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അത് അവയുടെ ശരീരത്തിലെ കാൽഷ്യം അബ്സോർപ്ഷന് വളരെയധികം വേണ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവയുടെ ഹെൽത്തിനും അവയുടെ എക്സസൈസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പൊതുവെ ഇഗ്വാനകളിൽ കണ്ടുവരുന്ന രോഗങ്ങളാണ് MPD, അതായത് മെറ്റബോളിക് ബോൺ ഡിസീസ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, പാരസൈറ്റ്സ്, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണ് ഇവർക്ക് പൊതുവേ ഉള്ള മെഡിക്കൽ കണ്ടീഷൻസ് ആയിട്ട് വരുന്നത്. ഇഗ്വാനകൾ ഇണങ്ങാനായിട്ട് വളരെയധികം സമയമെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ മെരുക്കിയെടുക്കാനൊന്നും സാധ്യമല്ല. ഇതൊന്നും കൂടാതെ ഇഗ്വാനകളിലെ ഒരു പ്രത്യേകതയാണ് ഇവയുടെ 3ാം കണ്ണ് എന്ന് പറയുന്നത്. തലയുടെ മുകളിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രകാശത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനാണ് പ്രധാനമായിട്ട് ഈ 3ാം കണ്ണ് ഇവർ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇഗ്വാന ഒരു കാട്ടു ജീവിയാണ്. എന്നാൽ കൃത്യമായ പരിചരണവും സമയവും സ്ഥലവും ഉറപ്പുവരുത്തുന്നവർക്ക് വളർത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെ വളർത്താൻ പറ്റുന്ന വളരെയധികം ആപ്റ്റ് ആയിട്ടുള്ള ഒരു പെറ്റാണ് ഇഗ്വാനകൾ എന്ന് പറയുന്നത്. ഇഗ്വാനകളുടെ എണ്ണം പൊതുവെ ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കാര്യം പെറ്റ് ഷോപ്സിന് വേണ്ടിയിട്ടുള്ള ബ്രീഡിങ്ങുകളും മറ്റും ഇഗ്വാനകളിൽ വളരെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. വളരെ വെറൈറ്റി ആയിട്ടൊരു പെറ്റിനെ ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും വളരെ വെറൈറ്റി ആയിട്ടൊരു പെറ്റിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കണമെന്നുള്ളൊക്കെയുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് വളരെയധികം ആപ്റ്റ് ആയിട്ടുള്ള ഒരു പെറ്റാണ് ഇഗ്വാനകൾ എന്ന് പറയുന്നത്. പക്ഷേ
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം സമയവും സ്ഥലവും ഇതിനാവശ്യമാണ്. കാര്യം വനത്തിൽ വസിക്കുന്ന ഒരു ജീവി വർഗമാണ്. അതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തിയാൽ വളരെ കാലം നമ്മളോട് കൂടെ തന്നെ ജീവിക്കുന്ന, വളരെയധികം നമ്മളോട് ഇണങ്ങുന്ന, സമയമെടുത്ത് ഇണങ്ങുന്ന ഒരു ജീവിയാണ് ഇഗ്വാനകൾ എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.